ബേസിലിനെ നസ്രിയുടെയും സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം അതേ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്തൊരു എക്സൈറ്റ്മെന്റ് അടുപ്പിക്കുന്ന ഒരു പ്രൊജക്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പടത്തിന്റെ പേരായി കൊടുത്തിട്ടുള്ള ധൂമകേതു എന്നാണ്. ഒരു കിടിലം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സജിൻ ഗോപുവും കൂടാതെ നിഗിരാവിലാണ് ഈ ഒരു ചിത്രത്തിൽ മെയിൻ ലീഡായി എത്തുന്നത്. എനിക്ക് ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ പൊന്മാൻ ചിത്രത്തിന്റെയൊക്കെ വൈബൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. പൃഥ്വിരാജിന്റെ ലീഡിൽ ഈ വരുന്ന ജൂലൈ 9 തിയേറ്റർ റിലീസായി തന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നോബഡി എന്ന ചിത്രം. കിട്ടിയോളാൻ മലഹ റോഷാക്ക് പോലുള്ള കിഡിലൻ ചിത്രത്തിന്റെ ഡയറക്ടർ നിസാം ബഷീറാണ് പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഡ്യൂറേഷനും പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂർ 48 മിനിറ്റുമാണ് ചിത്രത്തിന് ഡ്യൂറേഷനായി വരുന്നത്. പടത്തിന്റെ FDFS തുടങ്ങാൻ പോകുന്നത് രാവിലെ 10:30 കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിന്റെ ബുക്കിങ്ങും പരിപാടികളൊക്കെ തന്നെ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. നീരജ് മാധവിന്റെ ലീഡിൽ ഒരു എക്സ്പെരിമെന്റ് ടൈപ്പ് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്ലൂട്ടോ എന്ന ചിത്രം. പടം വരുന്ന ജൂലൈ 30 വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിലെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിന് തന്നെ കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് പ്രഭാസിൻ്റെ ഫൗസി എന്ന പടത്തെ പറ്റിയാണ്. ഈ ഒരു പടത്തിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ പ്രഭാസ് ഇപ്പോൾ സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ നെക്സ്റ്റ് 2 മന്ത് ഈ ഒരു പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി, അല്ലെങ്കിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പടത്തിൻ്റെ റിലീസ് പ്രൈമറി ടാർഗറ്റ് ചെയ്യുന്നത് ഈ വരുന്ന ഡിസംബർ 3 ഈ ഒരു പടം ഒഫീഷ്യലി കൺഫേം ആക്കാത്തതിൻ്റെ കാരണം പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെ ഇപ്പോൾ പെൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു പ്രോപ്പർ റിലീസ് ഡേറ്റ് ഇതുവരെയായിട്ട് കൺഫേം ആക്കാത്തത്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് പിന്നെ പാരഡൈസ് എന്ന നാനി പടത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിന് ഏകദേശം ഈ ഒരു സോങ് സീക്വൻസിൻ്റെ ഷൂട്ടിങ്ങും പിന്നെ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ തന്നെയാണ് ഇനി എടുത്തു തീർക്കാൻ ആകെ പെൻഡിങ് ആയി കിടക്കുന്നത്. പടത്തിൻ്റെ എൻ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു മാസം അവസാനത്തോടു കൂടി തന്നെയാണ്. അടുത്തായി ചോദിച്ചിട്ടുള്ള പിന്നെ ARM എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പടത്തിൻ്റെ 2ാം ഭാഗം ഉണ്ടായില്ല, വേണമെങ്കിൽ മണിയൻ എന്ന ക്യാരക്ടറിൻ്റെ ഒരു സ്പിൻ ഓഫ് വെച്ചുള്ളൊരു പടം വന്നേക്കാം, എങ്കിലും ഈ ഒരു പടത്തിന് 2ാം ഭാഗം ഉണ്ടായിരിക്കില്ല. സ്പിൻ ഓഫ് പരിപാടികളൊക്കെ തന്നെ എന്തായാലും വരുവാണെങ്കിലും ഉടനെ ഒന്നും കാണത്തില്ലെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ ദിലീപ് ഏട്ടൻ്റെ കിടിലെ ഫാൻ ബേസ് ഉള്ള വാളയാർ പരമശിവൻ എന്ന ചിത്രത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഈ ഒരു വർഷം അവസാനത്തോടെ തുടങ്ങാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വല്ല ചേഞ്ച് വരുമോ ഇല്ലയോ എന്നും അറിയത്തില്ല. പിന്നെ പ്രഭാസിൻ്റെ സ്പിരിറ്റ് എന്ന ചിത്രത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിന് ഡയറക്ടറുള്ള സന്ദീപ് റെഡ്ഡി വാങ്ങ പടത്തിനൊരു കിടില മാസീവ് ഇൻ്റർവെൽ ബ്ലോക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 ഫൈറ്റേഴ്സിനെയൊക്കെ വെച്ച് പ്രഭാസിൻ്റെ ഒരു കിടിലം പരിപാടിയാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റർവെൽ പോർഷനായിട്ട് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഈ ഒരു പടത്തിന് ഇപ്പോൾ ഏകദേശം ഒരു സോങ്ങിൻ്റെ ഷൂട്ട് ഇന്നലെ പ്രഭാസിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നീട് ഒരു 10 ദിവസം ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷമേ അടുത്തൊരു ഷെഡ്യൂൾ സ്റ്റാർട്ട് ആവത്തുള്ളൂ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ശിവകാർത്തികൻ്റെ ലീഡിൽ പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സിയോൺ എന്ന പടം. പടത്തിൽ രാജ്ബി ഷെട്ടി ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സമന്തയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മാലന്തി ബംഗാരം എന്ന പടം. ഈ ഒരു പടത്തിൻ്റെ ഫൈനൽ കളക്ഷൻ ഏകദേശം 85 കോടി രൂപയ്ക്ക് അടുത്തോളം വന്നിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കീർത്തി സുരേഷിൻ്റെ മഹാനടി എന്ന ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ റെക്കോർഡും ഈ ഒരു ചിത്രം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സമന്തയുടെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ദളപതി വിജയ് നായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന ചിത്രമാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ലാസ്റ്റ് ഡാൻസ് എന്ന ചിത്രമാണ് ജനനായകൻ എന്ന പടം. ഈ ഒരു പടത്തിൻ്റെ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പടത്തിന് ഇപ്പോഴും പ്രൈമറി റിലീസ് ഡേറ്റ് ആയി കേൾക്കാൻ സാധിക്കുന്നത് ജൂലൈ 23 ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പടം ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നതുകൊണ്ടൊക്കെ തന്നെ ഒരു പുതിയ ടൈറ്റിൽ കാർഡും അല്ലെങ്കിൽ ഒരു പുതിയ ടൈറ്റിൽ ടീസർ കട്ടൊക്കെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു ജൂലൈ മാസം പുറത്തിറങ്ങാനുള്ള ചാൻസസ് കുറയുന്നുണ്ടെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് കാരണമായി കേൾക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ജൂലൈ ഒരുപാട് സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പൈഡർമാൻ പടമായാലും ഇപ്പോൾ ലോകേഷിൻ്റെ പടമൊക്കെ ആയാലും ഇഷ്ടംപോലെ പുറത്തിറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജെയ്സൺ വിജയുടെ ഒരു സിഗ്മ എന്ന് പറഞ്ഞ പടത്തിൻ്റെയൊക്കെ റിലീസ് ഈ ഒരു മാസം വെച്ചിട്ടുണ്ടെന്നൊക്കെ തന്നെ അപ്ഡേറ്റ് ഉണ്ട്. അങ്ങനെ വലിയ വലിയ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ജനനായകന് വേണ്ടത്ര തിയേറ്ററിക്കൽ സ്ക്രീൻ കിട്ടാതെ പോകുന്നുണ്ടെന്നൊക്കെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട്. മേ ബി ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഓഗസ്റ്റിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പ്രദീപ് രംഗനാഥിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒരു പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പടത്തിൽ ലീഡിലെത്തുന്നത് മമിതയാണ്. ഈ ഒരു പടത്തിൻ്റെ കഥയൊക്കെ ഒരുക്കുന്നത് പ്രദീപ് രംഗനാഥൻ തന്നെ ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രമോയൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കിടിലം ഒരു പരിപാടി തന്നെയാണ് ഈ ഒരു പ്രാവശ്യം പിടിച്ചിരിക്കുന്നതെന്നാണ് ആ ഒരു പ്രമോ വഴി തന്നെ സൂചിപ്പിക്കുന്നത്. വെട്രിമാറിൻ്റെ ഒരുപാട് പടങ്ങളൊക്കെ പുറത്തിറങ്ങി വലിയ രീതിയിലൊരു ഹ്യൂജ് ഹിറ്റായാൽ പോലും പുള്ളിയുടെ സിനിമകളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒരു പടമാണ് സൂര്യയുടെ വാടിവാസൽ എന്ന പടം. ഈ ഒരു പടം ഇന്ന് തുടങ്ങുമെന്ന് എല്ലാവർക്കും തന്നെ വലിയൊരു ഡൗട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ബുൾ സീക്വൻസ് ഒക്കെ എടുക്കാനുള്ള റിസ്ക് കാരണമായിരുന്നു അതിന് ഈ ഒരു പരിപാടിയൊക്കെ തന്നെ ഭയങ്കര രീതിയിൽ ലേറ്റ് ആയിട്ടുള്ളത്. ബട്ട് അതിൻ്റെ ആനിമേഷൻ പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്, ഇനി ഈ ഒരു പടം സ്റ്റാർട്ടാകാൻ അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നുമില്ല, ഉടനെ ഈ ഒരു പടം സ്റ്റാർട്ടാകാൻ പോകുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിംബുവിൻ്റെ അരസൻ എന്ന പടത്തിന് ശേഷം അടുത്തായി തന്നെ വെട്രിമാരൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ചിത്രം വാടിവാസലായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പടം എന്തായാലും നെക്സ്റ്റ് ഇയർ എന്തായാലും
എന്തായാലും സ്റ്റാർട്ട് ആകുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ലോ ബഡ്ജറ്റ് ചിത്രമായിരുന്നു മോഹിനിയാട്ടം എന്ന ചിത്രം. അന്ന് ഈ ഒരു പടത്തിന് മുമ്പ് എൻ്റെ വീഡിയോസ് സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, വമ്പൻ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്, അതിനിടയ്ക്ക് ഇവരുടെ ധൈര്യം സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇതുപോലൊരു ചെറിയ പടം പുറത്തിറങ്ങുന്നെങ്കിൽ ആ ഒരു കണ്ടൻറ്റിൻ്റെ വിശ്വാസത്തിൽ മാത്രമായിരിക്കുന്നു. ആ ഒരു കണ്ടൻറ്റിൻ്റെ ബലത്തിൽ ഒരു പടം ഇറക്കി ഒരു ഹ്യൂജ് ഹിറ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ഒരു പടത്തിൻ്റെ ഒരു 3ാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, രാസലീല എന്ന പടം. പടത്തിനെ പറ്റി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ഇതുമായിട്ട് സ്റ്റാർട്ട് ഇല്ല, നെക്സ്റ്റ് ഇയർ മുതലേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ അടുത്ത വർഷം നവംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അവരുടെ പ്ലാനിംഗ് ഒക്കെ കറക്റ്റ് ആയാലാണ് അടുത്ത വർഷം നവംബർ തൊട്ട് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഹരിഹരാസം എന്ന ചിത്രത്തിൻ്റെ ആ ഒരു പൂജ പരിപാടികളൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യമായാലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അടുത്ത വർഷം നവംബറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വർഷം വെലുവാട് തിയേറ്റർ റിലീസിന് എത്തിക്കാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പടത്തിന് നല്ലൊരു എക്സ്പെക്ടേഷൻ പരിപാടികളൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.